അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. 6-ാം നമ്പർ ഡയമണ്ട് കട്ട് സ്നാക്ക് എന്നൊക്കെ പറയും. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, നല്ല ക്രിസ്പിയാണ്, ഇത് നല്ല തിന്നുമാണ് ഈ ഒരു റെസിപ്പി. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റാണ്. 6-ാം നമ്പർ, അതേപോലെ വെട്ടിപ്പൊരിച്ചത്, ഡയമണ്ട് കട്ട് സ്നാക്ക് എന്ന് പറയും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ ഇനി പോയി മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ പെട്ടെന്നാണ് ഇതുപോലെ ഡയമണ്ട് ഷേപ്പ് ഉണ്ടാക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു മധുരത്തിലുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. മധുരം ഉള്ളതാണ്, മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മധുരം ഉള്ളതാണ് ഈ ഒരു സ്നാക്കിൽ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തൊരു ചായക്കടിയായിട്ട് കൊടുക്കാൻ വളരെ ഇഷ്ടമാവും അവർക്കൊക്കെ. നമ്മൾ പണ്ട് കഴിച്ചതൊക്കെ അവർക്കൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇനി അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി 6-ാം നമ്പർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ 250 ml 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയും അതേപോലെ ആട്ടയും പാതി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഒരു മുട്ട എടുക്കുന്നുണ്ട്. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ആട്ടയും മൈദയും പാതി എടുത്താൽ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഞാനിപ്പോൾ 2 മൈദ തന്നെ എടുത്തത്. ഇനി ഒരു 2 നുള്ളു ഉപ്പ് കൂടിപ്പോവരുത്, കുറേശ്ശെ ഇടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആട്ട മാത്രമായിട്ടും ചിലരുണ്ടാക്കും, അതുപോലെ മൈദ മാത്രമായിട്ട്. ഞാനിപ്പോൾ മൈദപ്പൊടി മാത്രമായിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് കുഴച്ചാൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇനി അഥവാ വെള്ളം കൂടിപ്പോയിന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ മൈദ ഇട്ടിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ഗ്ലാസ് ഇതിലേക്ക് കറക്റ്റായിരുന്നു. നന്നായിട്ടൊന്ന് കുഴക്കണം. ആദ്യമൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, പിന്നെ അത് വേറിട്ട് വരും. ഒരു 2-3 മിനിറ്റോളം കുഴച്ചെടുക്കണം. ഇനി കരിഞ്ജീരകം നെയ്യിൽ വറുത്തതാണ്. ഒന്ന് നെയ്യ് കുറച്ചൊരു 2 സ്പൂൺ നെയ്യിൽ ഒരു 1.5 സ്പൂണോളം കരിഞ്ജീരകം വറുത്തെടുത്തത്. വലിയൊരു സ്പൂണിനാണ് ഞാനിപ്പോൾ 1 സ്പൂൺ കരിഞ്ജീരകം വറുത്തത് ഇട്ടത്. ഇനി അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കരിഞ്ജീരകം വറുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ തീയൊന്ന് ഓഫാക്കിയിട്ട് നന്നായിട്ട് ഓഫാക്കിയതിന് ശേഷം കരിഞ്ജീരകം ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ, ഉള്ളിലേക്കാക്കിയിട്ട് കുഴച്ചെടുത്താൽ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടുന്നതാണ്. ഇതിനൊരു കുറച്ച് നേരം ഒന്ന് കുഴക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുഴഞ്ഞ് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു 4 ബോളാക്കിയിട്ടുണ്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട്. കുറേശ്ശെ മൈദപ്പൊടി ഒന്ന് തൂവിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തണം. നിങ്ങൾക്ക് മാക്സിമം കീറാത്ത തരത്തിൽ നന്നായി തിന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. കീറിപ്പോകരുത്, പൊട്ടിപ്പോകൊന്നും ചെയ്യാതെ തിന്നായിട്ട് പരത്തിയെടുക്കാം. വലിച്ചൊന്ന് തിന്നായിട്ടെടുക്കുക. ഓവറായിട്ട് പൊടി കൂട്ടണ്ട, ഓവറായിട്ട് പൊടി ഇടാതെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലൊന്ന് പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് ഏതാണോ അതിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു ഡയമണ്ട് കട്ട് സ്നാക്ക് എന്നാണല്ലോ ഇതിൻ്റെ ഒരു പേര് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഡയമണ്ട് കട്ടാണ് ഞാൻ എടുക്കുന്നത്. പണ്ട് മുതൽക്കേ നമ്മൾ ഡയമണ്ട് ഷേപ്പ് തന്നെയാണ് ഇതിനൊരു വെട്ടിപ്പൊരിച്ചത് അപ്പത്തിൻ്റെ ഒരു ഷേപ്പ് കാണുന്നത്. ചിലരിത് എരിവിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് എരിവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു മധുരത്തിലുള്ള 6-ാം നമ്പറാണ്. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷേപ്പാണ് വേണ്ടത്. ഏകദേശം നമുക്ക് എല്ലാ മാവും ഇതുപോലെ കുഴച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണം പൊരിക്കാനായിട്ട്. ഞാനിത് പേപ്പറിൽ ഇങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഞാൻ പേപ്പറിൽ നിവർത്തിയിട്ടിട്ടുണ്ട് അത്. ഇനി ഞാനിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ചൂടായത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു 6-ാം നമ്പർ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇത് തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ചട്ടിയും അതുപോലെ എണ്ണയൊക്കെ നല്ല ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പം ഇട്ടിട്ട് പൊരിച്ചെടുക്കാം.
നല്ല തീ കൂടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ട് ഉടനെ കരിഞ്ഞു പോവുള്ളൂ. അപ്പം നമ്മളിത് പെട്ടെന്ന് വെന്ത് കിട്ടണതാണ്. നല്ല ഉള്ളൊക്കെ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ തിന്നായിട്ടല്ലേ പരത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. ഇനി അതിൻ്റെ പുറത്ത് മധുരത്തിനായിട്ട് ഒരു 3 സ്പൂണോളം പഞ്ചസാരയും 4-5 സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിപ്പിക്കാം, ലായനിയാക്കാം. അതൊന്ന് ഈ ഒരു മധുരത്തിനായിട്ട് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു മധുരമുള്ള ഒരു 6 നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള 6 നമ്പർ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ കുഴച്ച് വെച്ച് കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ സമയം കളയാനൊന്നും വേണ്ട. നല്ല ക്രിസ്പിയാണ് സംഭവം. അങ്ങനെ നല്ലതാണ്, നല്ല തിന്നായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.